നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോപ്പൻഹാഗൻ നഗരത്തിലെ അമാലിയൻ പോർക്ക് പാലസിന് മുമ്പിലാണ് കേട്ടോ. ഇത് ഡാനിഷ് റോയൽ ഫാമിലിയുടെ ഒരു വിന്റർ റെസിഡൻസ് ആണ്. അതുപോലെ തന്നെ 1750കളിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും 12 മണിക്ക് ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അത്യാവശ്യം കാണാനും മാത്രമുള്ളൊരു സംഭവമാണ്. ഓൾറെഡി ഇവിടെ 2 ഗാർഡ്സ് അങ്ങ് അകലെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ എൻട്രൻസിൽ അവരവിടെ നിൽപ്പുണ്ട്. ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഇതൊരു പള്ളിയാണ് കേട്ടോ. മാർമോ ഷിർക്കൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് ഒരു ഓർത്തഡോക്സ് ചർച്ചാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ കാണുന്ന ഫ്രെഡറിക് ചർച്ചിന്റെ ഡോമിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 31 മീറ്റർ ആണ് കേട്ടോ. ഇത് സ്കാൻഡിനേവിയയിലെ തന്നെ ഏറ്റവും വലിയ ഡോമുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ റോമിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിനോട് സാദൃശ്യമായിട്ടുള്ള രീതിയിലാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. അതായത് നമ്മളിതിൻ്റെ അടുത്തൊന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തും മറ്റൊരു ചെറിയ ദേവാലയമുണ്ട്. അപ്പം നമ്മുടെ അടുത്ത അട്രാക്ഷൻ ക്രിസ്ത്യൻ ബോർഗ് പാലസ്. നമ്മളത് കാണാൻ വന്നപ്പോൾ അതേ അടുത്ത ബോട്ട് ഒരെണ്ണം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം നിറയെ യാത്രക്കാരുമായിട്ട് കനാൽ റൈഡിലൂടെ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന കൊട്ടാരമായിരുന്നു ഡാനിഷ് ഫാമിലിയുടെ യഥാർത്ഥ റെസിഡൻസ്. ഇത് തീപിടിച്ച് നശിച്ചതിനെ തുടർന്നാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട കൊട്ടാരത്തിലേക്ക് അവർ താമസം മാറുന്നത്. പാർലമെന്റും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും സുപ്രീം കോർട്ടും എല്ലാം ഈ ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ പാലസിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ് കേട്ടോ. ഈ കരിങ്കല്ലിൽ നല്ല കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ കേട്ടോ. ബോൾ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ബാഹുബലിയിലൊക്കെ കാണുന്ന പോലുള്ള യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബോൾ പോലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ഇതിൻ്റെ ഒരു കവാടത്തിൻ്റെ വലുപ്പം കണ്ടില്ലേ? അതുപോലെ തന്നെ ഈ കതക് ലോക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമാണ് കേട്ടോ. അതിന് തന്നെ നല്ല വലുപ്പമാണ്. മറ്റൊരു അട്രാക്ഷനിലേക്ക് പോകുന്ന വഴിയിൽ വീണ്ടും ആ പള്ളിയുടെ അടുത്തൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റി. മാർമോ ഷിർക്കൻ അതാണ് പള്ളി. നമ്മൾ ഇന്നലെ വന്ന സമയത്ത് രാത്രിയിൽ കുറച്ച് കറങ്ങിപ്പോയി കേട്ടോ. കാരണം വന്നത് തന്നെ രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ചൊന്ന് നമ്മുടെ വഴിയൊക്കെ തെറ്റിപ്പോയി. പക്ഷേ ഇന്നത്തെ ദിവസം സെറ്റാണ്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വീണ്ടും ആ പാലസിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് മുമ്പേ കാണിച്ച് അവിടെ 12 മണിക്ക് ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് 11:45 കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മൾ 10 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ആൾക്കൂട്ടം ഉണ്ട് കേട്ടോ. അവരെല്ലാവരും ഈ ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളും
അവന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. അവന്മാർ വന്ന കേട്ടോ. അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞത് ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ ക്വീൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇപ്പോൾ കിങ് ഇല്ല. അതിൻ്റെ എന്തൊക്കെയോ ഫ്ലാഗും കാര്യങ്ങളൊക്കെ അതിനെ കാണിക്കാനായിട്ട് ഇവിടെ ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചേഞ്ച് ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഒരു കടയിൽ ആ സോൾജേഴ്സിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പൻഹാഗനിൽ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കാസ്റ്റൽനെറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതൊരു ഗാർഡനും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ പള്ളി ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതൊരു ഗാർഡൻ മാത്രമാണെന്ന് കരുതി വന്ന സ്ഥലമാണ്. ഇതല്ലേ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ദേവാലയം പോലെ തോന്നിക്കുന്ന ഒരു ദേവാലയമാണ് കേട്ടോ. വിസിറ്റേഴ്സ് വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പള്ളികളിലും ഒന്നും നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ഹലോ ഹലോ ഹായ്. We speak Malayalam. No, we've got Tamil and we've got Hindi. Aha. Or English. Yeah, I can speak Tamil. And one English. Okay. But I don't read Tamil. I only speak. Oh, I thought you read it. Yeah. Okay, we'll just go in English. Thank you. There you are. Morning, madam. Can we enter, please? Yes, yes. Okay, thank Where you. are you from? From Rome. ചെറിയൊരു പള്ളിയാണ് കേട്ടോ. നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ അവർ എന്തൊക്കെയോ വായിക്കാനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ പള്ളിയുടെ ഹിസ്റ്ററിയാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു ആംഗ്ലിക്കൻ ചർച്ചാണ്. 1885 നിർമ്മിച്ചിരിക്കുന്നത്. സെൻറ്റ് ആൽബൻസ് ആംഗ്ലിക്കൻ ചർച്ച് എന്നാണ് അതിൻ്റെ പേര്, ഗോത്തിക് സ്റ്റൈലിൽ. അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. ചെറുതാണ് പക്ഷെ മനോഹരമായിട്ടുള്ള നിർമ്മിതികളൊക്കെയാണ്. ഓക്കെ, ഇത് മാമോദിസ തൊട്ടിയാണോ? ഇത് നമ്മൾ കഴിഞ്ഞ യാത്രയിൽ മിസ് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ചെറി ബ്ലോസം ഒക്കെ നിൽക്കുന്ന ഒരു ഗാർഡനാണ്. അതിനോട് ചേർന്നാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സിറ്റി ടൂറിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. ചെറി ബ്ലോസംസ് പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ, അതിമനോഹരമാണ് കേട്ടോ. ഇത് അധികം നാൾ നിൽക്കത്തില്ല. ഇപ്പം ഇത് കൊഴിഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ട്. ഉണ്ടോ, അതിമനോഹരമായിട്ടുള്ള ചെറി ബ്ലോസംസ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനറിയാണ് കേട്ടോ ഇത്. നല്ല പച്ചപ്പ്, അതിനോട് ചേർന്ന് ചർച്ച്, അതിൻ്റെ മേൽ കൂടെ മേൽപ്പാലം, പിന്നെ ഇവിടെ ചെറി ബ്ലോസംസ്. ഇവിടെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നൊരു വാക്കിങ്ങിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് തോന്നുന്നു കേട്ടോ. ജോഗിങ് വാക്കിംഗ് ഒക്കെ പറ്റിയ സ്ഥലമാണ്.
ഓക്കെ, അപ്പോൾ കോപ്പൻഹാഗനിലെ അത്യാവശ്യം എന്താ പറയുക, ഒരു ദിവസത്തിൻ്റെ പകുതി കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് 3 മണിയാകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലണം. അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇറ്റലിയിലെ പിസയിലേക്കാണ്. അവിടുന്ന് പിന്നെ നമ്മൾ റോമിലേക്കാണ് പിന്നീട് പോകുന്നത്. ഇതൊരു ഹാർബറാണെന്ന് തോന്നുന്നു. ജപ്പാനൊക്കെ അത്യാവശ്യം ഡെൻമാർക്ക് കണ്ടല്ലേ, കോപ്പൻഹാഗൻ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഗ്രീൻ അടിപൊളിയല്ലേ, നല്ല പച്ചപ്പ്, അടിപൊളിയായിട്ട് പുല്ലൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കണ്ടുപിടിച്ച റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കയറാം. തുറന്നിട്ടൊക്കെ ഉണ്ടോ? ഒറ്റ മനുഷ്യനില്ലേ ഇവിടെ? കംബോഡിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. ഇതേ ഇവിടെ പറ്റത്തുള്ളൂ. ചൂടുവെള്ളം വേണോ? ഇതാണ് നമ്മുടെ കംബോഡിയൻ ഫുഡ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ജിജപ്പാപ്പനും ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കംബോഡിയൻ ഫുഡ് കൊള്ളാം കേട്ടോ. അതായത് റൈസും പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച കറി. തായ് ഫുഡിനോട് കുറച്ച് സിമിലറാണ്. നമുക്ക് നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്ത് ചോറൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അങ്ങനെ കോപ്പൻഹാഗനിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറ്റലിയിലെ പിസ നഗരത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കോപ്പൻഹാഗൻ എയർപോർട്ടിലാണ് വന്നിട്ടുള്ളത്. നമുക്കുടൻ തന്നെ പിസയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അടുത്ത ഭാഗത്തിൽ നമ്മൾ പിസ നഗരത്തിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ പിസ നഗരത്തിൻ്റെ മനോഹര കാഴ്ചകളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.